ബാക്ക് ഗൈസ്. സോ ഗൈസ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന പോപ്പി പ്ലേ ടൈം ചാപ്റ്റർ 1 ആണ്. സോ ഗൈസ്, നിങ്ങൾ ഇത് കളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, ഇന്ന് നമ്മൾ പോപ്പി പ്ലേ ടൈം ചാപ്റ്റർ 1 ആണ്. ഈ വർഷം ഫെബ്രുവരിയിൽ എങ്ങാണ്ടാണ് പോപ്പി പ്ലേ ടൈം ചാപ്റ്റർ 5 റിലീസായ. സോ എൻ്റെ അടുത്ത് ചാപ്റ്റർ 1 കളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, ഇന്ന് നമ്മൾ ഇതുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഈ പോപ്പി പ്ലേ ടൈമിലെ മെയിൻ വില്ലൻ ആരാന്ന് ഞാൻ കാണിച്ചു തരാം. ഇവൻ കണ്ട റൈറ്റ് സൈഡിൽ ഈ നീല, അവനാണ് മെയിൻ വില്ലൻ. ഇവൻ്റെ പേരാണ് ഹഗ്ഗി വഗ്ഗി ഗൈസ്, ഹഗ്ഗി വഗ്ഗി. സോ ലാസ്റ്റ് ഇവൻ്റെ ചേസ് ആയിരിക്കും. ഈ ഗെയിം എനിക്ക് എല്ലാവരും അറിയാം എങ്ങനെ കളിക്കണമെന്ന്, പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കളിക്കുന്നത്. സോ ഗൈസ്, എന്താവുന്നൊന്നും അറിഞ്ഞുകൂടാ. നമുക്ക് എന്തെങ്കിലും കളിച്ചു നോക്കാം. സോ ഗെയിം പ്ലേയിലോട്ട് പോവാം. ഓക്കേ ഗൈസ്, നമ്മൾ ഗെയിം പ്ലേ വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ എന്തോ ഇൻട്രോ ആണ്. The most incredible doll ever invented. Her name is Poppy, and she is the first truly intelligent doll in the world. പോപ്പി എന്ന് പറയുന്ന ഏതൊരു ഡോൾ ഉണ്ടോ, അതായി ഈ വേൾഡിലെ. She is the first doll actually able to have a conversation with a child. Okay. Just watch. ഓക്കെ ഗൈസ്, ഈ പോപ്പി എന്ന് പറയുന്ന ഈ പ്ലേ ടൈം കണ്ട, ഈ പാവ കണ്ട, ഈ ഡോളിന്റെ പേരാണ് പോപ്പി. ഓക്കെ, ഞാൻ അവസാനം പറഞ്ഞുതരാം എന്താണ്. Her hair is sturdy and won't come out when you brush it, and smells just like a poppy flower. Is there anything else you'd like to say, Poppy? Poppy playtime. Just like you. What's the time? Playtime. What's the time? Playtime. If you've ever wanted to see how all of Oh, the ഇത് നമ്മൾ favorite ആദ്യമേ toys വരുന്ന were സ്ഥലമാണ് created, ഗൈസ്. Playtime Co is now offering Reception factory tours അവിടെ at വരുന്നത്. just $2.99 a person. An entire hour in the most magical toy factory on earth. ഓക്കെ. What are you waiting for? Come ഓ, visit the ഇതാണ് factory. നമ്മളെ ഫാക്ടറി. We can- ഓ, എന്തൊക്കെയോ സീനുണ്ട് ഗൈസ്. നമുക്ക് ഈ ഫ്ലവർ കണ്ടുപിടിക്കണം, അതാണ്. ഓക്കെ, പോപ്പി പ്ലേ ടൈം, ഹിയർ വി ഗോ. ഓക്കെ, സോ ഗൈസ്, ആ കട്ട് സീനിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഓക്കെ, ഫൈൻഡ് ഫ്ലവർ, നമ്മൾ ഫ്ലവറിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് നമ്മളെ ഹഗ്ഗി വഗ്ഗീനെ എന്തോ ഏതൊരു, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ആ ഫ്ലവർ നമുക്ക് കണ്ടുപിടിക്കാം. ആ കട്ട് സീനിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പം എന്തോ ഒരു ഡോളുണ്ട് ഗൈസ്. ആ ഡോളാണ് ഈ വേൾഡിലെ ഫസ്റ്റ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡോള്. എന്നുവെച്ചാൽ സംസാരിക്കാം, മനുഷ്യരെ കണക്ക് സംസാരിക്കാൻ പറ്റുന്ന ഡോൾ. സോ അത് നമ്മൾ ഈ പ്ലേ ടൈം ഈ ഫാക്ടറിയിലാണ് ഇത് വെച്ചേക്കുന്നത്. അവിടെ നിന്നാണ് ഇത് ഉണ്ടാക്കിയ ഈ ഡോള്. ആ ഡോളിൻ്റെ പേരാണ് പോപ്പി. സോ ഗൈസ്, ഫൈൻഡ് ദ ഫ്ലവർ കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഗൈസ്, ഇവനാണ് ഈ ഹഗ്ഗി വഗ്ഗി, ഇവനാണ് ഇത്. വെൽക്കം. സാധനം പിടിക്കാനല്ലാണോ, കാണിച്ചു തരാം. ഇവിടെ ഒരു കളർ കോഡ് നമുക്ക് അടിക്കണം ഗൈസ്. അതിൻ്റെ കോഡ് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ എങ്ങാണ്ടുണ്ട് ഗൈസ്. അപ്പുറത്തെ മുറിയിൽ ഒരു ട്രെയിൻ പോകും ഗൈസ്. ഇതാ കുട്ടികളുടെ, ഇത് പ്ലേ ടൈം ഫാക്ടറിയില്ലേ, ഈ ട്രെയിനിലെ ബോഗികൾ കണ്ടാവും ഗൈസ്, അതാണ് കോഡ്. അപ്പം പച്ച, പിങ്ക്, യെല്ലോ, റെഡ്. ഓക്കെ, പച്ച, പിങ്ക്, യെല്ലോ, റെഡ്. ഓക്കെ, മനസ്സിലായി. നമുക്ക് പോയി അടിക്കാം. ഓക്കെ, പച്ച, പിങ്ക്, മഞ്ഞ, റെഡ്. എസ് ഗൈസ്, ഓപ്പണായി. ഇനി നമ്മൾ ഈ ക്യാറ്റ് സെറ്റ് ഇവിടെ കൊണ്ടുപോയി കൊടുക്കണം. അപ്പം ഇവിടെ എന്തോ കാണിക്കും. എന്നാൽ നമുക്ക് ഈ ഡ്രാപ്പ് പാക്ക് എടുക്കാമെന്ന് തോന്നുന്നു ഗൈസ്. നീല ഹാൻഡ് അല്ലാതെ എടുക്കാൻ പറ്റുമോ? ഇല്ല ഗൈസ്, അല്ലാതെ എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഓ, ഇതാണ് ഡ്രാപ്പ് പാക്ക്. Hold both the cannons. Okay. Pull the trigger to fire. Pull again to. Okay.
നമുക്കിങ്ങനെ വലിച്ചുകൊണ്ട് ഇങ്ങനെ പോവാം. ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഇങ്ങനെ അടുത്തോട്ട് കൊടുക്കാം. സ്മാൾ ഒബ്ജക്റ്റിലേ പറ്റത്തുള്ളൂ. പിന്നെ നമ്മളെ മനുഷ്യരെ വെച്ച് അടിച്ചാൽ അവർ തട്ടിപ്പോവും. പിന്നെ നമുക്ക് എന്തോ ഇലക്ട്രിസിറ്റിയിൽ ഇങ്ങനെ എന്തോ ഇങ്ങനെ കണക്ട് ചെയ്യാം. താങ്ക് യു. യൂസ് യുവർ ഡ്രം പാക്ക് റെസ്പോൺസിബിൾ. വാട്ട്സ് ദ ടൈം? ലൈറ്റ് ടൈം. എപ്പോഴും പറയൂത്. ഇത് ഓപ്പൺ ആവുമെന്ന് തോന്നുന്നു. യെസ് ഗായ്സ്, ഇത് ഓപ്പൺ ആയി. ഓ, നമുക്കിതെടുക്കാം. എടുക്കാൻ പറ്റുന്നില്ലല്ലോ. ആ, കിട്ടി. വാവ്, ഇത് കൊള്ളാം കേട്ടോ. ഇത് വലിക്കാൻ പറ്റും. ഇങ്ങനല്ല, ഞാൻ കാണിച്ചു തരാം. ഓ, വലിക്കാൻ പറ്റും. അങ്ങനാണെങ്കിൽ നീ ഇങ്ങോട്ട് വാടാ, ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇവിടെ ഈ ബ്ലൂ ഹാൻഡ് സെറ്റ് ചെയ്യണമെന്നോ. നീ ഇങ്ങോട്ട് വാടാ. ഓ ഓ ഓ ഓ ഓ പിന്നെ ആരടാ ഇത്? നമുക്കെന്തായാലും ഈ ഹാൻഡ് ഒന്ന് കൊടുക്കാം. ഞാനല്ല. ആ, ഓക്കെ. നമ്മൾ നല്ലപോലെ വെച്ചില്ല. ഓക്കെ, ഇപ്പൊ ഒരാളെ കാണാൻ പറ്റും. ഹഗ്ഗി വഗ്ഗി ഗൈസ്, ഹഗ്ഗി വഗ്ഗി. ഓ, നമുക്കിനി ഇങ്ങോട്ട് പോകണം. ഇതെന്താ പോകാൻ പറ്റത്ത? അയ്യോ, എൻ്റെ ഹാൻഡ്. ഓ, അവിടെ കുടുങ്ങി കിടന്നേടാ. ഇനി ഇത് നമുക്ക് ഓർമ്മയല്ലോ. ഓ, ബാക്കിൽ ഇപ്പൊ ഒരു കീ വരും ഹഗ്ഗി വഗ്ഗിയുടെ കയ്യിൽ. എന്തിയാ? ഇതല്ലേ അത് പിടിക്കാൻ ഭയങ്കര ഓക്കെ. നമുക്ക് ഇങ്ങോട്ട് പോണം. ഓക്കെ. ഓ, ഇവിടെ നമ്മളെന്തോ പവർ ചെയ്യണം. ഇതെനിക്ക് അറിയാം, നമുക്ക് നോക്കാം. ഓക്കെ, ഈ സാധനം എന്തൊക്കെയാണ് ഗൈസ്? ഇവിടെ ഒരു ടോയ്. എൻ്റെ ഇവിടെ ചോര. സംതിങ് ഫിഷി. മിക്കവാറും ഹഗ്ഗി വഗ്ഗി വല്ലോ ആയിരിക്കും. ഇങ്ങനെ കണക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. യെസ്, നമ്മളിങ്ങനെ കണക്ട് ചെയ്യണം. ഇതാ ഇവിടെ ഒരെണ്ണമുണ്ട്. ഓ, അങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകണം അല്ലേ? ഇതാ ഇവിടെ ഒരെണ്ണമുണ്ട്. എന്നിട്ട് ഇവിടെ കണക്ട് ആക്കണം. ഓ, പവർ വന്നു, ലൈറ്റൊക്കെ വന്നല്ലോ. ഓ ഗൈസ്, അവൻ ഓടി. ഹഗ്ഗി വഗ്ഗി ഓടി. എന്താ ഹഗ്ഗിയാ? പോടാ അങ്ങോട്ട്. നീക്കാനും പറ്റുന്നില്ലേ? വാവ്. ഓ, ഇതിന്റെ മുകളിൽ കയറിയാം. ഐ ആം ദ ഹഗ്ഗി വഗ്ഗി. ഒന്നുമില്ല. നമുക്കിനി ആ വഴിയല്ല, ഈ വഴി പോവാം. പവർ വന്നോണ്ട് ഇനി നമുക്കിത് തുറക്കാൻ പറ്റും ഗൈസ്. അതാണ് കളി. ഓക്കെ. ഓ, ഹഗ്ഗി വഗ്ഗി. എടാ, ഇവിടെ ഹഗ്ഗി വഗ്ഗി ഉണ്ട്. ഇതെന്തോന്നറാ ഇത്? ഓ, ഹഗ്ഗി വഗ്ഗിയുടെ അതേ കളറാ. എന്തോ? ഓ, പൈപ്പിൽ നിന്ന് പുക വന്നു. എൻ്റെ പൊന്ന്, പേടിച്ചില്ലാണ്ടായി. തുറക്കാൻ പറ്റും. തുറക്കണം അങ്ങോട്ട്. ഓ, നമ്മൾ വേറെ ഏതോ സ്ഥലത്തെത്തി. ഓ, ഇത് നമ്മളെ ഹാൻഡിലല്ലോ. ഓ, ഇതെനിക്കറിയാം ഗൈസ്, നമ്മളെ റെഡ് ഹാൻഡ് എടുക്കുന്നയാ ഗൈസ്. ഇവിടെ നിങ്ങൾ കണ്ട എന്തോ ഇത് കിടക്കുന്ന? ഇത് ഇതേ കണക്കത്തെ സാധനം. ഇത് ബ്ലൂ അല്ലേ? അപ്പൊ നമ്മളിതാ ഇതെടുത്തിട്ട് കണ്ടാ ബ്ലൂവിൻ്റെ അവിടെ അതേ കണക്ക് നമുക്ക് ഇനി 3 എണ്ണം കൂടെ കണ്ടുപിടിക്കണം. അപ്പൊ താഴെ ഉണ്ടാവും ആ 3 എണ്ണം. ഇതിലൂടെ ചാടാൻ പറ്റും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കണം. ഇതായി ഗൈസ്, ആ മഞ്ഞയും അപ്പുറത്തിരിപ്പുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. മഞ്ഞ താണ്ട് ഇവിടെ ഉണ്ട്. ഇനി പച്ച. ആ, പച്ചയെന്താ തൊട്ടടുത്ത്. ഇത്ര ഈസി ആയിരുന്നു. ഓക്കെ, നമുക്ക് ഈ വാതിൽ തുറന്നു പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. യെസ്, ഈ വാതിൽ തുറന്നു പോകാൻ പറ്റും. ഓക്കെ, ഇവിടെ എന്തോ ഒരു കാസറ്റ് വെച്ച് ചെയ്യാനുണ്ട്. അത് നമുക്ക് ചെയ്യണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും മേളിൽ പോവാം. ഓക്കെ. എടാ അതാരാടാ ഒളിഞ്ഞു നോക്കിയേ? നീ അവസാനം വാടാ, ഞാൻ നിനക്ക് കാണിച്ചു തരാടാ. അയ്യോ,
നമ്മളെ റെഡ് ഹാൻഡ്. യെസ്, ഇവിടെ വന്ന് വല്ലതും വീഴോ? യെസ്, ഇവിടെ വരൂ. ഓ, അങ്ങോട്ട് പോയോ? എഡ്. ഓക്കെ. നമുക്ക് 2 ഹാൻഡ് കിട്ടി. അയ്യോ, ആ ഒബ്ജക്റ്റ് ഒരു സമയത്ത് 2 ഹാൻഡ് പറ്റത്തില്ലെന്ന് തോന്നുന്നു. നോക്കട്ടെ, പറ്റുകയൊക്കെ ചെയ്യും. യെസ്, നമുക്ക് എന്തായാലും ഇനി ഈ വഴി പോണമെന്ന് തോന്നുന്നു. ഇവിടെ ബ്ലൂ ഹാൻഡ്, ഇവിടെ റെഡ് ഹാൻഡ്. ഓക്കെ, തുറക്കൂ. ഈ വഴി ഇവിടെ പോവാണല്ലോ നമ്മള്. ഇങ്ങനത്തെ ട്രൗച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ. നമ്മള് വേറെ എവിടെ എത്തി? ഇതെവിടെ? ഇവിടുന്ന് നമുക്ക് പവർ എടുക്കണം. ഇവിടുന്നല്ല ഗൈസ്, നമ്മൾ വേറെ അടുത്തുനിന്ന് പവർ കൊണ്ടുപോയി ഇവിടെ ഫിറ്റ് ചെയ്യണം. എവിടുന്നാ? ഇവര് മേളിൽ കയറാൻ പറ്റും? ഇല്ല, ഇതിങ്ങനെ തെന്നിപ്പോന്നേടാ ഇവര്. ഇവിടെ എന്താ കണക്ട് ചെയ്യാൻ സാധനം ഉണ്ട്. ഈ വലിയും കയറാൻ പറ്റുന്നില്ല. നമുക്ക് അപ്പുറത്തൊന്ന് പോയി നോക്കാം. ഈ വലി നമുക്ക് കയറാൻ പറ്റത്തില്ല. അയ്യോ, ഞാൻ പിന്നെ തന്നെയാണ്. എന്തിനാ ഇത്? ഓക്കെ, അവിടെ കണക്ട് ചെയ്യാനുണ്ട്. ഗൈസ്, ഇതുകൊണ്ടാ അവിടെ നിന്നില്ല പവർ എടുക്കണ്ട. ഇവിടുന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അറിയാൻ മതിയാ. കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ബ്ലൂ ഹാൻഡ് വെക്കണം. ബ്ലൂ ഹാൻഡ് വെക്കണം. എടാ, തന്നെ പോന്ന്. തന്നെ പോന്ന്. ഇത് കൊള്ളാം. ഇത് നമുക്കൊന്നും ചെയ്യണ്ടല്ലോ. തന്നെ പോന്ന്. ഇതെന്താ 3 അലാമൊക്കെ വെച്ചേക്കുന്നു? അയ്യോ, ഇതെന്തൂടാ ഇത്? പേടിച്ചു പോയി. ഇവിടെ ഒരെണ്ണം ഉണ്ട്. നമ്മളെ വേറെ സ്ഥലത്തെത്തി. ഗൈസ്, ഇവിടുന്ന് നമ്മളെ ഹഗ്ഗി നമ്മളെ ചേസ് ചെയ്യാൻ ആദ്യമേ ഓടിയായിരുന്നു. അപ്പൊ നമ്മളെ ഈ വണ്ടി കൂടെ ഒന്ന് പോയാൽ മതി. സെറ്റ്. ഇവിടെ നമ്മളെന്തോ മേളിൽ പോയി എന്തോ പവർ ചെയ്യണം ഗൈസ്. അത് നമുക്ക് നോക്കാം. ഇതിന്റെ മേളിൽ പോണം. ഓക്കെ. പോകുന്നില്ലല്ലോ, സ്റ്റക്കാണ്. ഇവിടെ എന്തോ കാസറ്റ്, അത് വലിയ കാര്യമില്ലാന്ന് തോന്നുന്നു. വീണന്നെ. ഇത് നമുക്ക് വലിച്ചോണ്ട് പോകാൻ പറ്റുന്ന തോന്നുന്നു. യെസ് ഗൈസ്, നമുക്ക്. അയ്യോ, എന്റെ കൈ കുടുങ്ങിയടാ. പെട്ടു. പെട്ടില്ല. രക്ഷപ്പെട്ടു. ഞാൻ വെച്ച അവിടെ കുഴുങ്ങിപ്പോയിന്ന്. ഇവിടെ നിന്നായിരിക്കും നമുക്ക് പവർ എടുക്കണ്ടേ. ഇത് കണക്ക് നമുക്ക് ഇവിടെ നിക്കാം. ഓക്കെ, കൈ കുടുങ്ങിയില്ല. നമ്മളിവിടെ കണക്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ഒന്ന് വലിച്ചു ചെയ്ത് ഞാൻ പോത്തില്ലേ. അതാണ് കളി. ഓക്കെ, പോട്ടെ. പോടാ. പോ. ഇതൊന്ന് പോവാത്ത. ഇതെന്താടാ ഇത് പറ്റിയേ? എടാ, ഇതെന്ത്? പക്ഷെ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളല്ലോ. ഇത് കണക്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പൊ ഇവിടെ കണക്ട് ചെയ്യണ്ടേ? അവിടെ മാത്രം. പക്ഷെ ഇത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കൊണ്ടുപോ. എടാ, ഇതെന്ത്? അയ്യോ, ഇതാരടാ ഇവിടെ? ഇതെന്തുവാ? ഈ കമ്പിലൂടെ വരാവോ? അങ്ങനെയാണോ കളി? അങ്ങനെ കൊണ്ടുപോവാ. അയ്യോ, ഇതാരടാ? സ്പൈഡർമാനാ? അയ്യോ, ഞാൻ സ്പൈഡർമാനായി ഗൈസ്. അയ്യോ, എന്റെ കൈ ഒടിഞ്ഞു പോവും. അയ്യോ, ഞാൻ സ്പൈഡർമാനായി. ഇനി ഹഗ്ഗിക്ക് എന്നെ പിടിക്കാൻ പറ്റത്തില്ല.
സ്പൈഡർമാൻ ആയി ഗൈസ്. എന്ത് ചെയ്യാനാ? ഇതെങ്ങനെ എടുക്കൂടാ? റെഡ് ഹാൻഡ് ഒന്ന് വിട്ടാ പോരെ? ആ റെഡ് ഹാൻഡ് വിട്ടാ മതി. അതാണ്ട്. ഞാൻ അവിടെ വെച്ച് സ്പൈഡർമാൻ ആയി ഗൈസ്. ഇത് ചെയ്യാനെന്ന് പറ. ഞാനൊക്കെ ഒരു സ്പൈഡർമാൻ ആയിപ്പോയി. ഇനി വീണ്ടും മേളിൽ കയറണം. അതെന്തോടാ പസില്? എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. ഇത് നീക്കണ്ട. ഓക്കെ, ഇവിടെ നമ്മൾ പവർ എടുക്കണം. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോണം. അല്ലടാ, നമുക്ക് അവിടുന്ന് വലിക്കാൻ പറ്റത്തില്ലേ? എന്തോ മനസ്സിലായി ഗൈസ്. എന്തോ കത്തിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് വലിക്കാൻ പറ്റുമോ? അവിടുന്ന് വലിക്കാൻ പറ്റത്തില്ല. അതെന്തോന്ന്? ഇനി നമുക്ക് സിമ്പിളായിട്ട് വലിക്കാമല്ലോ. യെസ്, നമുക്ക് സിമ്പിളായിട്ട് വലിക്കാം. ഓണാവ്. ഈ ഹാൻഡ് ഇവിടെ കൊടുക്കണം. ഇത്ര ഉള്ളായിരുന്നോ? ഇവിടുന്ന് ചാടിയാ മരിക്കുവോ? നമ്മൾ ചാടിയപ്പോന്നും മരിച്ചില്ലല്ലോ. അയ്യോ, നടക്കാൻ വയ്യേ? ഓക്കെ, ഒരു കുഴപ്പമില്ല. പവർ ഓൺ. ഓക്കെ, പവർ ഓൺ ആയില്ല. അയ്യോ, എടാ പേടിപ്പിച്ചില്ല, ഇല്ലാണ്ടാക്കിയടാ നീയൊക്കെ. എന്തോന്നടാ ഇത്? ഇവിടെ എന്തോ ലിവർ ഉണ്ട് ഗൈസ്. ഇത് താത്താം. ഇത് കണക്ക് ഇങ്ങനെ 3 ലിവർ ഉണ്ട്. ഇനിയാണ് ഗൈസ് ഇത് ടോയ് പാർട്സാ. ഇതെല്ലാം കൊണ്ടുപോയി ശരിയാക്കും. അന്നേരം അവിടെ നിന്ന് നമുക്കൊരു ടോയ് കിട്ടുമായിരിക്കും. അത് കൊണ്ടുപോയി നമ്മൾ ഇവിടെ വെക്കണം. അതാണ് കളി. ഇങ്ങനൊക്കെ ആയിരുന്നു. ഓക്കെ, ഇവന്റെ കണ്ടെന്ന് വളർത്തിരിക്കുന്ന. ഇവിടെ ടോയ് റിപ്പയറിങ്ങാ. ഇങ്ങനെ ടോയ് റിപ്പയറിങ് ആകുമ്പം ഇതൊരു മെഷീനാണ് ഗൈസ്. അതിന്റെ കണ്ണൊക്കെ ഇങ്ങനെ വെളുത്തിരിക്കും. കണ്ടോ? ഇപ്പൊ ഈ ടോയ്സിന്റെ പാർട്സ് ഈ മെഷീനകത്ത് കയറുമ്പോ കണ്ണ് നോക്കിക്കൊണ്ടേ. അതാ കണ്ട അവിടുത്തെ ഇത് ചെയ്യുക, ശരിയാക്കുക. അപ്പൊ കണ്ടോ? കണ്ണ് കളങ്ങും. അതേ കണക്ക് ഇതിന്റെ കണ്ണില്ലേ? ഇവിടെ കണ്ണ്. ഇതൊക്കെ എന്തിനു കണ്ണടാ? എന്തോ സ്കാൻ ചെയ്യുന്ന? എന്തോ സ്കാൻ ചെയ്യുക. ഇനി ഇത് ഇവിടെ വരുമ്പോ നമുക്കൊന്ന് മേടിക്കാം. ഇതിലൂടെ വാ. ഇതിലൂടെ വന്നോ. പെട്ടെന്ന് വാടാ ഇങ്ങോട്ട്. ഓക്കെ, എടുക്ക്. യെസ്, എടുത്ത്. ഇനി ഇത് അവിടെ കൊണ്ടുപോയിക്കാൻ പറ്റത്തില്ലേ? യെസ്. സോ ഗൈസ്, ഇതാ ഹഗ്ഗി വഗ്ഗി. ഇനി ചേസ് ആയിരിക്കൂടാ മോനെ. സോ ഗൈസ്, അതിനു മുമ്പ് ഈ ചാനൽ സബും ലൈക്കും ചെയ്യാത്തതുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ജസ്റ്റ് ചാനൽ സബും ലൈക്കും ചെയ്തേക്കുക. യെസ്, നമ്മൾ കയറാൻ പോവുകയാണ്. പല്ല് നോക്കടാ. ഇത് ഏതാനാടാ ഇത്? അയ്യോ, അവന്റെ അടുത്തോട്ട് പോണ്ട. ഓടി വരും. അയ്യോ, ഓടിക്കോ. നമ്മൾ രക്ഷപ്പെട്ട്. അത് അടച്ചല്ലോ. നമുക്ക് നേരെ പോവാം. ഇല്ല, അവൻ വീണ്ടും വരുമെന്ന് തോന്നുന്നു. ഇതിലല്ലോ, പോകുന്നില്ലല്ലോ. ഇതാ ഫ്രണ്ടിലൂടെ വരുന്നു. അയ്യോ, ഈ വഴിയാണെന്ന് തോന്നുന്നു. ഫ്രണ്ടിലൂടെ അവൻ വന്നു. അതെനിക്കറിയാം, ഞാൻ എപ്പോഴും കാണാറുള്ളത്. ഈ വഴി. ചാടണം. ചാട്. ഓക്കെ. അയ്യോ, അവൻ പുറകെ വരുന്നുണ്ട്. ഓടറോ. ഈ വഴി. വഴിയൊക്കെ എങ്ങനെയാ കറക്റ്റായിട്ട് പോവാ? ഇനി നേരെ പോയാ മതിയെന്ന് തോന്നുന്നു. ഇല്ല, ഈ വഴി പോണമെന്ന് തോന്നുന്നു. യെസ്, ഈ വഴി പോണം. അല്ലോ, സ്റ്റക്കാന്നല്ലോ. അയ്യോ, അവൻ പുറകുണ്ടോ? ഇതെനിക്കറിയാം. ഇവൻ ഇതിലൂടെ വരും. പോടാ. ഞാൻ വെറുതെ സമയം കളയുന്നുണ്ട്. ഓടി വരുമോ? എടാ, ഓടറാ. സ്പീഡിൽ ഓട്. നമ്മളെ രക്ഷപ്പെട്ട്. ഇതെനിക്കറിയാം. ഇതില്ല, പെട്ടി താക്കണം. 2 കൈയും പിടിക്ക്. 1 കൈ മതി. അയ്യോ,
ആ പോടാ അങ്ങോട്ട് പോടാ. ഓ ഒരു കൈ മതിയായിരുന്നല്ലേ. ഞാൻ ചില വീഡിയോസിലൊക്കെ 2 കൈ യൂസ് ചെയ്യുന്നതാണ്. ഓ ഗൈസ് അടിയിലെ നല്ല താഴ്ചയാണ്. അവൻ മിക്കവാറും ചത്ത് കാണും. ചാതിരിക്കും അവൻ ചത്താണ്. ഓ ഗൈസ് നമ്മൾ ഫ്ലവർ നമ്മൾ തുടക്കത്തിൽ എന്താ ഗെയിം കളിക്കാൻ തുടങ്ങിയപ്പോൾ ഫൈൻഡ് ദ ഫ്ലവർ കണ്ടുപിടിക്കാൻ പറഞ്ഞില്ലേ. സോ ഗൈസ് ഇതാണ് ഫ്ലവർ. ഓ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഓ ഈ വഴി പോവാം. ഓക്കെ ഈ വഴി പോവാം. ഇവിടെ എന്താ കാറ്റ്സെറ്റ് ഉണ്ടായിരുന്നു. അതൊന്നും ഇനി നമുക്ക് വേണ്ടെന്ന് തോന്നുന്നു. തുറക്ക്. ഇത് തുറക്കത്തില്ലേ. തുറന്ന്. ഓ ഗൈസ് എന്തോ ഇല്ല ഒരു ബിയുടെ എന്തോ ഒരു സോങ് നമ്മളില്ല പണ്ട് കുട്ടികളെ ഉറക്കത്തില്ല അതേ കണക്കത്ത് എന്തോ ഒരു സോങ് കേൾക്കുന്നു. ഓ ഇല്ല പോപ്പി അവിടെ ആയിരിക്കും. ഇവിടെ തലയാണൊക്കെ ഉണ്ടല്ലോ. ഇത് ആർക്കാടാ ഇത്രയും തലയാണോ? ഓ ഇവിടെ വല്ലതും ഉണ്ടാവും. അതിലുറക്കും. ഇതെന്തോടാ വാതിൽ ഇങ്ങനെയൊക്കെ തുറ. ഇതാണ് പോപ്പി. നമ്മൾ എടുക്കണം. എടുക്കാനൊന്നും അല്ലേ. ഇത് നമ്മൾ വലിക്കണോ? അയ്യോ അതാണ് പോപ്പി. You opened my case. You opened my case. എൻ്റെ ഓ പോപ്പി പ്ലേ ടൈം ചാപ്റ്റർ 2 അല്ല ചാപ്റ്റർ 1 ഇവിടെ എൻ്റെ അയക്കായിരുന്നു. സോ ഗൈസ് നമ്മള് പോപ്പീനെ എങ്ങാണ്ട് ഫ്രീ ചെയ്തു. എന്തോ ആ കേസ് എങ്ങാണ്ട് തുറന്നെന്ന് പോപ്പി നമ്മളടുത്ത് പറഞ്ഞു. അതാണല്ലേ പോപ്പി. ഓ അപ്പൊ പോപ്പിക്ക് ബുദ്ധിയൊക്കെ ഉണ്ടോ? ചുമ്മാല്ല സംസാരിക്കുന്നൊക്കെ പറഞ്ഞു. ഓ അപ്പൊ ഇവിടെ എൻ്റെ ആയിരിക്കുകയാണ്. ഓക്കെ ഇനി നമുക്ക് ചാപ്റ്റർ 2 അറിയാൻ പറ്റൂ. അപ്പൊ ചാപ്റ്റർ 2 കളിക്കണമെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടാൽ മതി. ഞാൻ എന്തായാലും കളിക്കുന്നതാണ്. സോ ഗൈസ് ഈ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ആയിരിക്കുകയാണ്. സോ ചാനൽ സബും ലൈക്കും ചെയ്യാത്തതുണ്ടെങ്കിൽ ഇപ്പൊ ജസ്റ്റ് ചാനൽ സബും ലൈക്കും ചെയ്തേക്കുക. സോ ഗൈസ് ഇവിടെ വീഡിയോ എൻ്റെ ആവാൻ പോവുകയാണ്. ബൈ ബൈ.